അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു ആകാശ ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അല്ലാഹു പറയുന്നു, അലാ മുബ്തലാ ഫൗആഫി, ആരാണ് പരീക്ഷിക്കപ്പെടുന്നവരുള്ളത്? ചോദിക്കൂ, നിങ്ങളുടെ പരീക്ഷണം ഞാൻ മാറ്റിത്തരാ. ആരാണ് പരീക്ഷിക്കപ്പെടുന്നത്? ആരാണ് പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണം സഹിക്കാൻ പറ്റാതെ സങ്കടപ്പെടുന്നത്? ചോദിക്കൂ അടിമകളെ, ഞാൻ മാറ്റിത്തരാ. അള്ളാഹുവിന്റെ മുന്നിൽ പരീക്ഷണങ്ങളെ മാറ്റാൻ വേണ്ടി ചോദിക്കുമ്പോ സഹോദരങ്ങളെ, അല്ല പറയുന്നു, ഞാൻ ഈ രാത്രിയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ മാറ്റിത്തരാ. പരീക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും എന്റെ മുന്നിലുണ്ടോ? ഏതെങ്കിലും ഒരർത്ഥത്തിൽ പരീക്ഷണം അനുഭവിക്കാത്ത, പരീക്ഷണം നേരിടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് രാത്രിയിൽ നിങ്ങൾ മടിക്കല്ലേ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അള്ളാഹു പറഞ്ഞതായിട്ട് ഇതാ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷണങ്ങളൊക്കെ മാറ്റിത്തരാ. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞതെന്തെന്നറിയോ? അലാ കദാ അലാ കദാ അലാ കദാ, ഇന്ന കാര്യങ്ങൾ വേറെന്താ ചോദിക്കാൻ ഇങ്ങനെ അള്ളാഹു ചോദിച്ചുകൊണ്ടിരിക്കുകയാ. മക്കളില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ചോദിച്ചോ, മക്കളെ തരാം. മക്കള് പരീക്ഷ എഴുതുകയല്ലേ, ആ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണമെന്ന് നിങ്ങൾക്ക് കൊതിയുണ്ടോ? അലാ കഥയുടെ അർത്ഥം അതാണ്. എന്നാ ചോദിക്ക്, പടച്ചോനെ എന്റെ മക്കൾക്ക് നല്ല മാർക്ക് കൊടുക്കണേ എന്ന്, ഞാനതിന് നല്ല മാർക്ക് കൊടുത്തോളാം. ചോദിക്കേണ്ട ഒരു രാത്രിയാണ്. ചോദിക്കണം, മക്കള് പഠിക്കാൻ കൂടെ വേണം. ചുമ്മാക്കൂല. പണ്ടൊരാള് പൈസ ഒരു സദസ്സിൽ പൈസ കൊണ്ട് തന്നിട്ട് പറഞ്ഞ് എടുത്ത ബൈക്കിന്റെ മൈലേജ് കൂട്ടി കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. ദ്വാരന്നിട്ട് അങ്ങനെ കമ്പനി കൊടുക്കുന്ന മൈലേജ് അല്ലേ കിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ദ്വാരന്നിട്ട് മുഹാലായ കാര്യങ്ങളൊന്നും കിട്ടൂല. ഒട്ടകത്തെ സൂചിയുടെ ദ്വാരത്തിലൂടെ കയറ്റിവിടണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. ഒന്നുകിൽ സൂചിയുടെ ഓട്ട വലുതാക്കണം, അല്ലെങ്കിൽ ഒട്ടകത്തെ ചെറുതാക്കണം. അല്ലാതെ പടച്ചോനെ നിന്റെ കുതിരത്ത് കൊണ്ട് സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകത്തെ അപ്പുറത്തോട്ട് കടത്താൻ പറഞ്ഞ ദ്വാരം എന്നാ നടക്കുവോ? രണ്ടാലൊന്നും ചെയ്യണ്ടേ? ഒന്നുകിൽ ഓട്ട വലുതാക്കണം, ഇല്ലെങ്കിൽ ഒട്ടകത്തെ ചെറുതാക്കണം. നടക്കുന്ന കാര്യങ്ങളെ പറയാവൂ. മക്കളെ പഠിപ്പിക്കണം. അവര് പഠിക്കുമ്പോ ചോദിക്കണം, പടച്ചോനെ കഷ്ടപ്പെട്ടിരുന്നു പഠിക്കാൻ. അല്ലാതെ കിടന്ന് ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുക. എന്നിട്ട് നമ്മൾ ദ്വാരക്ക, പടച്ചോനെ ഇന്നത്തെ രാത്രി എല്ലാം നേടുന്ന രാത്രിയാണല്ലോ, അതുകൊണ്ട് അവന് ഡിസ്റ്റിങ്ഷൻ കിട്ടണേ. ഇപ്പൊ ഡിസ്റ്റിങ്ഷൻ ഒന്നും അല്ല, A+ കിട്ടണേ, എല്ലാത്തിലും നല്ല മാർക്ക് കിട്ടണേ. എവിടാ അവ ഇത് പറഞ്ഞിട്ട് പോലും ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ചോദിക്കാൻ അള്ളാഹു തന്നൊരു രാത്രിയാണ് ഈ ഞായറാഴ്ചത്തെ രാത്രി. അതുകൊണ്ട് ഒരിക്കലും നാളെ നമ്മുടെ പരിപാടി തീരുകയാണ്. നാളെ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അല്ലെ ദുആ ചെയ്യുന്നതോടുകൂടി പ്രസംഗമില്ല, ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആയോടുകൂടി അൽഹംദുലില്ലാഹ് നാളെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇതെല്ലാം കേട്ടുവെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച രാത്രിയിൽ ഫലപ്രദമാക്കി എടുക്കാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് തരട്ടെ. അപ്പൊ ചിലർ ചിന്തിക്കുക, അലാറം വെച്ചിട്ട് ഒരു 6:30 എണീറ്റാ മതിയാ ഉസ്താദേ, ഒരു 6:30 മണിയാക്കുമ്പോ എണീറ്റ് മതിയാ. കുറയ്ക്കാൻ പറ്റില്ല, ഉറക്കം മാറ്റിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായിരുന്നാലും ഒരു 6:30 മണിക്ക് എഴുന്നേറ്റാൽ മതിയോ? പറ്റൂല. കാരണം എന്താണെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇതെല്ലാം സംഭവിക്കുന്നത് ആകാശ ലോകത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വന്നിട്ട് ചോദിക്കൂ, പാപം പുറത്തു തരാ, ചോദിക്കൂ ഭക്ഷണം തരാ, ചോദിക്കൂ പരീക്ഷണങ്ങളിൽ നിന്ന് മാറ്റിത്തരാ, ഇന്ന കാര്യങ്ങൾ ചോദിക്കൂ, ഏതേത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കൂ, അതിൽ നിന്നെല്ലാം നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താമെന്ന് പറയുന്നത് ഏതുവരെ എന്നറിയോ? സഹോദരങ്ങളെ, സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെയാ. സുബഹിന്റെ ബാങ്ക് കേട്ടാ പിന്നീട് ഈ പറയുന്ന യാതൊരു ആനുകൂല്യങ്ങളുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് സുബഹിന്റെ മുമ്പായിരിക്കണം. ഏറ്റവും നല്ലത് എപ്പോഴെന്നറിയോ സഹോദര? രാത്രിയുടെ 3-ാം യാമത്തിലാണ്. രാത്രി 3ആയിട്ട് ഭാഗിച്ചിട്ട് അതിന്റെ 3-ാം യാമത്തിലേക്ക് എത്തുമ്പോ എന്ന് പറഞ്ഞാൽ മഗ്രിബ് മുതൽ ഇശാ വരെ ഒരു ടൈമാണ്. ഇശാ മുതൽ ഏകദേശം 3 മണി വരെയൊക്കെ ഒരു ടൈമായിട്ട് കൂട്ട്. എന്നിട്ട് അതിനുശേഷമുള്ള നല്ലൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് പടച്ചവനോട് തേടിക്കോ. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാ. അല്ലാഹു മതിയായതൊക്കെ തരുന്നതാ. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പാപം ചെയ്താലും ചാമാങ്കരയിലെ ചിലപ്പോ സഹോദരങ്ങൾ ചിന്തിക്കും, പടച്ചോനെ എന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കുവോ? എന്റെ പാപങ്ങൾ
പാപങ്ങളല്ല പൊറുക്കുമോ? ഞാൻ അല്പ കള്ള് കുടിച്ചിട്ടുണ്ട്, ഞാൻ അല്പ പലിശ വാങ്ങിയിട്ടുണ്ട്. സഹോദരിമാരെ ചിന്തിക്കും, അല്ലാഹുവേ എന്റെ പാപം, ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല, ചീട്ട് കളിച്ചിട്ടില്ല, ഞാൻ പലിശ വാങ്ങിയിട്ടില്ല. പക്ഷേ എന്റെ ഭാഗത്ത് നിന്ന് കുറെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പല കല്യാണങ്ങൾക്ക് ഞാൻ ഭ്രാന്തികളെ പോലെ മഞ്ഞ കല്യാണത്തിനും മഞ്ഞയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതെന്റെ റസൂലുള്ളാഹിന്റെ ചര്യല്ല, അതെന്റെ ഹബീബിന്റെ മാതൃകയല്ല, അത് ഇസ്ലാമിന്റെ ചൈതന്യമല്ല. ഇതൊക്കെ കടൽ കടന്നു വന്ന, അല്ലെങ്കിൽ ചുരമിറങ്ങി വന്ന സംസ്കാരമാണല്ലോ. ഇതൊക്കെ ഞാൻ ചെയ്തു പോയി, ഇതൊക്കെ ഞാൻ ചെയ്തു പോയി. അതുകൊണ്ട് പടച്ചവനെ എന്റെ പാപം പൊറുക്കുമോ? അങ്ങനെ മനസ്സിനകത്ത് ചിന്തയുണ്ടെങ്കിൽ കേട്ടോ, ആരുടെ പാപമാണല്ല രാത്രി പുറത്തു കൊടുക്കുന്നതെന്നറിയോ? ആയിഷ ബീവി പറയുകയാണ്, യഗ്ഫിറു ലി അക്സറ മിൻ അദദി ശഈരി ഗനബി ബനി കൽബ്. കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻ പറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്തവനും അല്ലാഹു പുറത്തു കൊടുക്കും. എന്താ പറഞ്ഞത്? ആടിന്റെ രോമം എണ്ണാൻ പറ്റുമോ നിങ്ങൾക്ക്? ആടിന് എത്ര രോമം ഉണ്ടെന്ന് എണ്ണിത്തരാൻ ആർക്കാ ചാന്നാങ്കരയിൽ കഴിയുക? പറ്റില്ല, പറ്റില്ല. കോടിക്കണക്കിന് രോമം ഉണ്ടാവും. ഇപ്പൊ ഞാൻ 66 കോടി രോമം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ പറയുമ്പോ എണ്ണീറ്റ് വരാൻ പറയും. എത്ര കോടി, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രോമം ഒരു ആടിന്റെ രോമം ഉണ്ടാവും, ഇല്ലേ? എന്നാൽ കൽബ് ഗോത്രത്തിന്റെ ആടിന്റെ പ്രത്യേകത എന്താ? ലോകത്ത് ഏറ്റവും കൂടുതൽ രോമമുള്ള ആട്ടിൻ പറ്റങ്ങളുള്ളത് കൽബ് ഗോത്രത്തിൻ്റെതാണ്. അറേബ്യയിലൊരു ഗോത്രമാണ്. ആ അറേബ്യയിലെ കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻ പറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്താലും അല്ലാഹു തആല ഈ ഒരൊറ്റ രാത്രിയിൽ പാപം പുറത്തു കൊടുക്കുന്നതാണ്. ഇത്രയും ആനുകൂല്യം തരാമെന്ന് അല്ലാഹ് പറയുമ്പോ എങ്ങനാണ് ഈ മരിച്ചിനി തോട്ടത്തിൽ പെരിച്ചാഴി കയറി കണക്ക് നീക്കി നമുക്ക് ഈ രാത്രി കിടക്കാൻ പറ്റുന്നത്? മൊബൈലിൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മുടെ കാര്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യമല്ലേ? ഇത് നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഭാവി നിർണയിക്കപ്പെടുന്ന രാത്രിയല്ലേ? യാസീനോദി പണ്ട് മുതലേ ശീലമുണ്ട്, അല്ലേ? ഒരു 3 യാസീനോതുന്നത് ഞായറാഴ്ച മഗ്രിബിന് ശേഷം, ഞായറാഴ്ച രാത്രി അസ്തമിച്ചിട്ട് മഗ്രിബിന് ശേഷം നമ്മൾ യാസീനോദാറുണ്ട്. 3 യാസീൻ പണ്ട് മുതലേ വലിയ വലിയ മഹാന്മാരൊക്കെ ഓതി വന്നതാണ്. അതൊക്കെ സഹോദരിമാർക്ക് നന്നായിട്ട് അറിയാം. നുറുങ്ങ് വിദ്യയൊക്കെ പെണ്ണുങ്ങളുടെ കയ്യിലാണ് കൂടുതലുള്ളത്. കാരണം എളുപ്പത്തിന് സ്വർഗത്തിൽ പോലുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് നല്ല മനപ്പാടമാണ്. കാരണം എന്താണ്? കൊച്ചു കൊച്ചു അമലുകളൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം കൂടുതൽ അവർക്കാ. കാക്കയ്ക്ക് വെള്ളം കൊടുത്താൽ, കിളികൾക്ക് വെള്ളം കൊടുത്താൽ, പറവയ്ക്ക് വെള്ളം കൊടുത്താൽ. പക്ഷെ അപ്പുറത്താരെങ്കിൽ സുഖലാണെന്നാ കൊടുക്കൂല, അത് വേറെ. അതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. കാക്കയ്ക്ക് കൊടുക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലും നമുക്ക് ഇന്നത്തെ മറ്റന്നാളത്തെ രാത്രി ഫലപ്രദമാക്കി എടുക്കാൻ കഴിയണം. പക്ഷെ ഞാൻ ഈ പ്രസംഗത്തിന്റെ ഏറ്റവും മർമ്മമായ ഒരു കാര്യം നിങ്ങൾ ഉണർത്താൻ പോവാൻ. 1-ാം ആകാശത്തിലേക്ക് അല്ലാഹ് ഇറങ്ങി വരും. ശരി, എല്ലാവർക്കും പുറത്തു കൊടുക്കും. ഏത്? കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻ പറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപങ്ങൾ അധികരിച്ചാലും അല്ലാഹ് പുറത്തു കൊടുക്കും. ഒക്കെ ശരിയാ. പക്ഷേ അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഒരു ഹദീസ്, ഇന്നത്തെ ഈ രാത്രി നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമാക്കണം. ഇന്നത്തെ രാത്രി എല്ലാ ഓസിന് അടിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ കേട്ടോ, അള്ളാന്റെ റസൂല് പറഞ്ഞു ഇതൊക്കെ അല്ലാഹു തആല ചെയ്യും. 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് പാപം ചെയ്തവരെ ചോദിക്കും, ഞാൻ പുറത്തു തരാം. ഭക്ഷണം വേണമെങ്കിൽ ചോദിക്കും, ഞാൻ ഭക്ഷണം തരാം. നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ മാറ്റിത്തരാം. നിങ്ങൾക്ക് എന്ത് അലാക്കത എന്ത് വേണോ ചോദിച്ചോ, ഒക്കെ ഞാൻ മാറ്റിത്തരാം, ശരിയാക്കി തരാം. പക്ഷേ ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂല് പറയുന്നു അള്ളാഹു ചെയ്യും. പക്ഷേ 2 കൂട്ടം ആളുകൾക്ക് അള്ളാഹു 50 ദിവസം പുറത്തു കൊടുക്കില്ല. 2 കൂട്ടം ആളുകൾ. ആ 2 കൂട്ടം ആളുകളിൽ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരളവോളം അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. പക്ഷേ രണ്ടാമത് പറയാൻ പോകുന്നതിൽ ചിലപ്പോ ഈ ഇരിക്കുന്ന സ്ത്രീകളിലും ഈ ഇരിക്കുന്ന പുരുഷന്മാരിലും വളരെ ന്യൂനപക്ഷമെങ്കിലും ആ വിഭാഗത്തിൽ പെട്ടവരായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ രാത്രി പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ ഈ പ്രസംഗത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് വേണം? ഇന്നത്തെ രാത്രി നാളെ രാവിലെ ആക്കാൻ നിൽക്കരുത്.
രാവിലെ ആക്കാൻ വേണ്ടി നിൽക്കരുത്. ഇന്നത്തെ രാത്രി ആ വിഭാഗത്തിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിക്കുക. ഏത് വിഭാഗത്തിനാണ് അല്ലാഹ് പുറത്തു കൊടുക്കാത്തതെന്നറിയോ? ഇല്ലാലി മുശ്രിക്കീ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട്, അള്ളാഹു തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട്, അള്ളാഹു തന്ന വെള്ളം കുടിച്ചുകൊണ്ട്, അള്ളാഹു തന്ന വായു ശ്വസിച്ചുകൊണ്ട്, അള്ളാഹു തന്ന ഡ്രസ്സ് ധരിച്ചുകൊണ്ട്, അവനോട് പങ്കുചേർക്കുന്ന ആരാധനയിൽ പങ്കുചേർക്കുന്ന ബഹുദൈവ വിശ്വാസികളുണ്ടല്ലോ, മുശ്രിക്കീങ്ങളുണ്ടല്ലോ, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല, അവർക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കൂല, അള്ളാഹു അവരുടെ പാപങ്ങളൊന്നും പുറത്തു കൊടുക്കില്ല. ഇത് ഖാലിഖായ റബ്ബുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി മഖ്ലൂഖായ സൃഷ്ടികളായ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ വിഭാഗം. അതാരാണെന്നറിയോ? ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന സഹോദരിമാര് ഒരളവോളം ആ വിഭാഗത്തിൽ പെട്ടവരാകാ. മാറണം, മാറിയേ പറ്റൂ. ഇന്നത്തെ രാത്രി തന്നെ തീരുമാനമെടുക്കണേ പെങ്ങള്. ഇതിത്രയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയിട്ട് ഒന്ന് കേൾക്കാതെ മിണ്ടാതെ കാണാതിരുന്ന അല്ല നിങ്ങളെ പറ്റി പറഞ്ഞത് സുമ്മുമ്പുക്കുമുനൊരു ബധിരരാണ്, മൂകരാണ്, അന്ധരാണ്. അല്ല പറയുന്നു ഉലായിക്കല്ലനോ, നാൽക്കാലികളെ പോലെയാണ്. അല്ല അൽബൽഹും അല്ലല്ലോ, അതിനേക്കാളും നികൃഷ്ടരാ. അതുകൊണ്ട് ഏതാ രണ്ടാമത്തെ വിഭാഗമെന്നറിയോ? റസൂലുള്ള പറയുന്നു അവന് പിണങ്ങിക്കഴിയുന്നവനാണ്. പിണക്കമുണ്ടോ ആരോടെങ്കിലും? പിണക്കമുണ്ടെങ്കിൽ ഇതാ ഇന്നത്തെ ഈ പ്രസംഗം കേട്ടിട്ട് തിരിച്ചു പോകുമ്പോ ഒരു കോൾ വിളിക്കണം. അവരെ വിളിച്ചിട്ട് പറയണം, നല്ല രാവുകൾ, വേറൊന്നും പറയണ്ട, അസ്സലാമു അലൈക്കും, നല്ല രാവുകൾ വരികയാണ്, ദുആ അരക്കണം, പൊരുത്തപ്പെടണം, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, ഞാനും ദുആ അരക്കാം. തീർന്നു, സിമ്പിൾ. തലയിലിരിക്കുന്ന കിരീടം താഴെ വീണു പോകുമൊന്നുമില്ല. എപ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാല് തന്നെ വിജയിക്കണമെന്നുണ്ടോ? അങ്ങനെയാണോ? എപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാലാണ് വിജയിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചില ഘട്ടങ്ങളിൽ കാല് പിന്നോട്ട് വെക്കുമ്പോഴാണ് വിജയിക്കുക. അതെപ്പോഴാ? എന്താ നിങ്ങൾ ഈ ഇങ്ങനെ എന്നോട് എന്തോ ഒരു പിണക്കം പോലെ ഇരിക്കുന്നു? മുന്നോട്ട് വെക്കുന്ന കാലല്ലേ എപ്പോഴും വിജയിക്കുക. പണ്ട് ഈ എന്റെ മോളെ സ്കൂളിലാക്കി, മൂത്ത മോളെ. അപ്പൊ സ്കൂളിൽ ഈ കൊച്ച് LKG, അപ്പോഴ് ഈ സ്കൂളില് ഓട്ട മത്സരം വെച്ച് വൈകുന്നേരം കരഞ്ഞോണ്ട് എന്റെ വീട്ടിൽ വന്നു. അങ്ങനെ ചോദിച്ചവൻ പറഞ്ഞത് ഓട്ട മത്സരത്തിന് ചേർന്നു, പക്ഷേ എന്നെ അവിടെ ആക്കിയിട്ട് എല്ലാരും കൂടെ ഓടിക്കളഞ്ഞു എന്നാ പരാതി. കൂടെ ഓടിയാലല്ലേ പ്രൈസ് കിട്ടുള്ളൂ. നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാലിന് മാത്രമല്ല സമ്മാനമുള്ളത്, ചിലപ്പോ പുറകിലോട്ട് വെക്കേണ്ടി വരും. അതെപ്പോഴാ? വടം വലിക്കുമ്പോ മുന്നോട്ട് വെച്ചാൽ തോക്കേണ്ടി ഉള്ളൂ. വടം വലിക്കുമ്പോ കാല് മുന്നോട്ട് വെച്ചാൽ തോക്കും, അപ്പുറത്തേക്കുന്നവൻ ജയിക്കും. അപ്പോഴും നമ്മൾ ജയിക്കണമെങ്കിൽ കാല് പിന്നോട്ട് വെക്കണം, എങ്കിലേ നമുക്ക് ജയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ താഴ്ന്നു കൊടുക്ക്. എന്തിനാ എപ്പോഴും നമ്മൾ വലിയ ആളായിട്ട് ഇങ്ങനെ മോളിരിക്കുന്നത്? എന്റെ അനുഭവം ഞാൻ പറയാം. അൽഹംദുലില്ലാ, ഞാൻ എന്നെ പറ്റി പറയുന്നതല്ല. എനിക്ക് ദുനിയാവിൽ ഒരാളോടും പിണക്കമില്ല. എനിക്കറിയാം, ഉറപ്പുണ്ട്. ഒരു മഖ്ലൂക്കിനോടും എനിക്ക് പിണക്കമില്ല, എന്നോടും പിണക്കമില്ല. അത് വലിയ കാര്യമാണ്. ഞാൻ എന്നെ പറ്റി പറയുന്നില്ല, നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ പിണങ്ങിക്കഴിയാണെങ്കിൽ വെറുതെ എണീറ്റിരുന്നിട്ട് ഉറക്കം കളയണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളി. ഒരു ഉപയോഗവും ഇല്ല എണീറ്റിരുന്നിട്ട്. അത് ഞാൻ പറഞ്ഞു, ഒരു ഉപയോഗം ഉണ്ടാവൂല. വെറുതെ ഉറക്കം കളയണ്ട, നിങ്ങൾ സന്തോഷമായിട്ട് വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോളി. അതല്ല, ഒരു വർഷത്തെ ഭക്ഷണവും വേണം, ആയുസ് നീട്ടി കിട്ടണം, കുടുംബത്തിൽ പ്രസവങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം? അന്നത്തെ രാത്രി ഉണർന്നിരുന്നാൽ മാത്രം പോരാ. ആരോട് പിണങ്ങി കഴിയുന്നുണ്ടോ അവരോട് ഇണക്കമായി നല്ല നിലയിൽ പിണക്കം മാറ്റി വെച്ചിട്ട് വേണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ആ രാത്രി എഴുന്നേറ്റിരിക്കാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര മണിക്കാ തുടങ്ങി? 8:30. ശരി, 8:30. ഓ അങ്ങനെയാ? ശരി.
അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേട്ടോളി. അള്ളാഹു നമ്മുടെ ഒക്കെ കൽബിനെ നന്നാക്കി തരട്ടെ. നമുക്ക് അമല് ചെയ്യണ സഹോദരങ്ങളെ. എങ്ങനെയെങ്കിലും നമുക്കൊന്ന് രക്ഷപ്പെടണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലേ മതിയാവുള്ളൂ. വലിയ പാടാ. ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നോ? നമുക്ക് ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നോ? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചൂടായത്? ഒരു ചൂടുമില്ല. അള്ളാഹുവിന്റെ പരലോകത്തെ ചൂട് ഇതിനേക്കാൾ കഠിനമല്ലേ? ഇവിടത്തെ ശിക്ഷകൾ, നമ്മുടെ ഭരണാധികാരികളുടെ ശിക്ഷകൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെയാണോ മലായികത്തുകള്? അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ, മല്ലന്മാർ, കഠിന ഹൃദയന്മാർ, ചിരിക്കാത്തവന്മാർ, മിണ്ടിയാൽ തിരിച്ചു മിണ്ടാത്തവർ, കണ്ട പേടിച്ചു പോകുന്ന വലിയ വലിയ മല്ലന്മാരായ മലായികത്തുകള്. അവരുടെ മുമ്പിൽ നമ്മൾ എന്താ ചെയ്യാ? അള്ളാന്റെ കരുണ കൊണ്ട് രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടാം. അതുകൊണ്ട് ഒരു രാത്രി എന്തായാലും ഒഴിവാക്കി ഉറക്കം മാറ്റി നമ്മളൊന്ന് എഴുന്നേറ്റിരിക്കും. എന്നാൽ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തോളും. അത് വരുന്ന ഞായറാഴ്ച രാത്രിയാണ്. ഈ ശഅബാൻ മാസത്തിന്റെ 15ന്റെ ആ രാത്രിയുടെ പ്രത്യേകത ഇത്രയും വിശാലമായി നമ്മുടെ മുമ്പിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിനെ തന്നെ നമ്മൾ മറന്നിട്ടാണ് നിൽക്കുന്നത്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ശഅബാൻ ശഹ്റുൻ ബൈന റജബിൻ വ റമളാൻ. ഈ ശഅബാൻ എന്ന് പറയുന്ന റമളാന്റെയും റജബിന്റെയും ഇടയിലുള്ള മാസമാണ്. ശരിയല്ലേ? ചിന്തിച്ചു നോക്ക്. റസൂലുള്ള പറയുമ്പോഴാണ് കൂടുതൽ ഗൗരവം നമുക്ക് മനസ്സിലാവുക. ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ശഅബാനുൻ ശഹ്റുൻ ബൈന റജബിൻ വ റമളാൻ. റമളാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള മാസമാണ് ശഅബാൻ. ശരിയല്ലേ? യഗ്ഫുലുൻ നാസു അൻഹു. ഈ ശഅബാനിനെ എല്ലാവരും അശ്രദ്ധയോടെയാ കാണുന്നത്. നിസാരമായി നിങ്ങൾ തള്ളല്ലേ ഈ ഹദീസ്. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും സഹോദരങ്ങളെ. നമ്മുടെ മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ആ മാസങ്ങൾ കഴിഞ്ഞ് സഫർ കഴിഞ്ഞ് റബീഉൽ അവ്വൽ കഴിഞ്ഞ് റബീഉൽ ആഖിർ കഴിഞ്ഞ് ജമാദുൽ ഊല കഴിഞ്ഞ് ജമാദുൽ ആഖിർ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് സഹോദരങ്ങളെ റജബ് വരുന്നത്. ആ റജബ് അങ്ങോട്ട് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത വരുന്നു, പടച്ചോനെ റജബായോ റജബായോ. ആ പള്ളിയിൽ വെച്ച് ദുആരക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാഹ് എന്ന് പള്ളിയിലെ ഉസ്താദ് ദുആരന്നപ്പോൾ, അല്ലെങ്കിൽ വഅലിൽ ദുആരക്കുന്ന കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഓൺലൈനിൽ ദുആരക്കുന്നത് കേട്ടപ്പോ നമ്മൾ ചിന്തിച്ചു പോയി, പടച്ചോനെ റജബ് എത്തിയല്ലോ. പിന്നെ ചിന്തയായി തിന്മകളിൽ നിന്ന് മാറണമല്ലോ, അതുപോലെ വീടടിച്ച് വാരണമല്ലോ. കമ്മിറ്റി വിളിക്കുന്നു, പള്ളി പെയിന്റ് അടിക്കണം, പള്ളി കഴുകണം, ബാത്റൂം ശരിയാക്കണം, പള്ളിയുടെ മാറ്റ് മാറ്റണം, അതുപോലെ മുസല്ല വേറെയാക്കണം. ഇതെല്ലാം ചിന്തിച്ച് ഇങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നു. അത് റജബ് മാസമായത് കൊണ്ടാ എല്ലാവരും വളരെ ജാഗ്രതയാണ് സഹോദരങ്ങളെ. പക്ഷെ ശഅബാനിലൊക്കെ എത്തുമ്പോൾ എല്ലാവരുടെയും ചിന്ത റമളാനാണ്. ഇപ്പൊ ഞാൻ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞല്ലോ, ഇനി നീണ്ട 17 ദിവസം കഴിഞ്ഞാ ഈ സമയത്ത് തറാവീഹിലല്ലേ നമ്മളുള്ളത്. എല്ലാവരും ചിന്തിക്കുന്ന റമളാനെ പറ്റിയാണ്. ശഅബാൻ എല്ലാവരും അങ്ങ് മറക്കുകയാ. ശഅബാൻ എല്ലാവരും അങ്ങ് മറക്കുകയാ. അതാണ് മുത്ത് റസൂല് പറഞ്ഞത്, ഈ റജബിന്റെയും റമളാന്റെയും ഇടയിലുള്ള ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് മറക്കല്ലേ. ഇനിയുള്ള രാത്രിയെങ്കിലും നമ്മൾ ഹയാത്താക്കണേ. ഈ രാത്രി നമുക്കാണ് പ്രിയപ്പെട്ടവരെ മഹത്വമില്ലാത്തത്. നമുക്കാണ് മഹത്വമില്ലാത്തത്. അറിയുമോ ഈ ശഅബാൻ മാസത്തിന്റെ 15ന്റെ രാത്രിയുടെ മഹത്വം നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ? മലക്കുകൾക്ക് 2 പെരുന്നാളുണ്ട്. ആ പെരുന്നാൾ ഏതാ? മനുഷ്യർക്ക് 2 പെരുന്നാൾ അല്ലാഹു കൊടുത്തതുപോലെ നമ്മളെ 2 പെരുന്നാൾ ഏതാ? നമ്മളെ 2 പെരുന്നാള്, ഒന്ന് ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്ർ, 2 ഈദുൽ അദ്ഹ ബലി പെരുന്നാൾ. വലിയ പെരുന്നാൾ എന്ന് ചില ആളുകൾ പറയും. ഈ 2 പെരുന്നാളല്ലേ നമുക്ക് ആഘോഷിക്കാൻ അല്ലാഹു തന്നത്. എന്നാൽ മലക്കുകൾക്ക് 2 പെരുന്നാളുണ്ട്. അതേതാ? ശ്രദ്ധിക്കണം. മലക്കുകൾക്ക് 2 പേര്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇപ്പോൾ ദക്ഷിണേന്ത്യ ജമിയത്തുൽ ഉലമയുടെ വാർഷിക പരീക്ഷ കഴിഞ്ഞപ്പോ മദ്രസയിലെ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയത് അല്ലേ? വായിച്ചില്ലേ?
എവിടെ? യൂനുസ് നബിയുടെ കൂടെ രക്ഷപ്പെട്ടവരാ. നിങ്ങൾ കണ്ടില്ലല്ലേ? കണ്ട യൂനുസ് നബിയുടെ രക്ഷപ്പെട്ടവരുടെ പേര് അതെ നൂഹ് നബിയുടെ കൂടെ രക്ഷപ്പെട്ടു പോയ വിശ്വാസികൾ എത്ര? അങ്ങനെ എന്തോ ഒരു ചോദ്യം മദ്രസയിൽ ഈ പരീക്ഷയ്ക്ക്, വാർഷിക പരീക്ഷ. അപ്പൊ ഒരു ഉരുത്തങ്കട്ട കുട്ടി എഴുതി വെച്ചിരിക്കുക മസനക്കുടി വഴി ഊട്ടി പോയവർ. അത് വ്യാപകമായി എല്ലാ മൊബൈലിലും വന്നു. അത് വ്യാപകമായി എല്ലാവരുടെ മൊബൈലിലും വന്നു. ഇങ്ങനത്തെ മക്കളാണ്. വീട് എങ്ങനത്തെ ആയിരിക്കും? ഞാൻ ഒരിക്കലും വാതിന് പോയിട്ട് ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാം. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ പള്ളി അടുത്തില്ലല്ലോ, നിസ്കരിച്ചില്ല, ഞാൻ നിസ്കരിച്ചിട്ട് സ്റ്റേജിലോട്ട് വരാം, അതുകൊണ്ടൊരു മുസല്ല ഒന്ന് തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പെരിച്ചാഴി കറണ്ടിയതുപോലെ 4 സൈഡും എലി കറണ്ടിയതുപോലത്തെ ഒരു മുസല്ല നടുക്ക് മാത്രമുണ്ട്, കൊണ്ടുവന്നു. അപ്പൊ ഇത് എങ്ങോട്ടിടും? ഞാൻ ഈ കാക്കായെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല കിബില എങ്ങോട്ടാ? അപ്പൊ എന്നോട് പറഞ്ഞു ഓ അങ്ങനെയൊന്നുമില്ല, ചിലപ്പോ ഇങ്ങനെ നിൽക്കും, ചിലപ്പോ ഇങ്ങനെ നിൽക്കും, അങ്ങനെ നിശ്ചയമൊന്നുമില്ല, ചിലപ്പോഴും ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതിനാണ് കിബിലേറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോ വീട്ടില് ദീനീ ബോധമില്ല, മക്കൾക്ക് തീരെ മതബോധമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ ഉണ്ടല്ലേ? ആ ഉണ്ട്, ചെറിയ പെരുന്നാൾ വരെ. ഈ മലക്കുകൾക്ക് വല്ല പെരുന്നാളുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അല്ലാഹ്, അപ്പോഴും പിന്നെ ആരെ വിളിക്കാനാ? അപ്പോഴും നമ്മൾ ഉടനെ നെറ്റിൽ കയറും. ഇപ്പൊ എല്ലാം നെറ്റിലാണ് എല്ലാ പണി. നമ്മളൊക്കെ വീട്ടില് കടലക്കറി വെക്കാൻ പറയുമ്പോൾ ഉടനെ നെറ്റടിച്ച് നോക്കിയിട്ട് കടലക്കറി വെക്കും. കിട്ടുന്നത് പിന്നെ കിഴങ്ങ് കറിയായിരിക്കും അല്ലേ? ഉൾട്ടായി പോകുന്ന നേരെ തിരിച്ച്. എല്ലാ യൂട്യൂബിലുണ്ടല്ലോ, എല്ലാം ഉണ്ട്. എന്ത് വേണമെങ്കിലും ഇന്റർനെറ്റ് പരിശോധിച്ചാൽ കിട്ടും, എല്ലാം കിട്ടും, എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മലക്കുകളുടെ പെരുന്നാൾ ഏതാണെന്ന് ചോദിച്ചാൽ മടികൂടാതെ മനസ്സിലാക്കിക്കോ, മലായിക്കത്തുകൾക്ക് 2 പെരുന്നാളുണ്ട്, 2 ആഘോഷമുണ്ട്. നമ്മുടെ 2 ആഘോഷം 2 പെരുന്നാളാണെങ്കിൽ മലായിക്കത്തുകളുടെ ആഘോഷം ഏതെന്നറിയോ? അതിലും മലായിക്കത്തുകളുടെ ആഘോഷം ഒന്ന് ഫഈദുൽ മലായിക്കത്തി ലൈലത്തുൽ ബറാ. മലായിക്കത്തുകളുടെ ആഘോഷം ഒന്ന് ശഅബാൻ 15 രാത്രിയിലെ ആഘോഷമാ. 2 ലൈലത്തുൽ ഖദ്രി, അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. 2 ആഘോഷം മലക്കുകൾക്കുണ്ട്. എന്നിട്ട് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് മനുഷ്യന്റെ, മുസ്ലിമീങ്ങളുടെ ആഘോഷം പകലും മലക്കുകളുടെ ആഘോഷം രാത്രിയും. അതെന്തുകൊണ്ടാണ്? തിരുവനന്തപുരത്ത് ഒരു പുതിയ നഗരം തുറന്നു. അത് പറഞ്ഞിട്ട് നാളെ അങ്ങോട്ടാരും പോണ്ട. തിരുവനന്തപുരത്ത് ഒരു നഗരമുണ്ട്, ഒരു പ്രദേശം, ഒരു വീതി, വിശാലമായ റോഡ്. ഞാൻ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് ആരും ചെന്ന് പോവരുത് അങ്ങോട്ടും ദയവ് ചെയ്ത്. രാത്രിയില്ല, അവിടെ പകല. അവിടെ രാത്രിയില്ല, പകലാണ്. എന്ന് പറഞ്ഞാൽ വലിയ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് യാദൃച്ഛികമായ ഒരു പരിപാടി കഴിഞ്ഞിട്ട്, ഭീമാപ്പള്ളിയുടെ പരിപാടിയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞിട്ട് ആ രാത്രിക്ക് അങ്ങനെ വരുന്ന അതുവഴിയാ, അടുത്തൂടെ അങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോ ഉണ്ടടാ സകല പെണ്ണുങ്ങളും സകല ആൺകുട്ടികളും അവിടെ ഉണ്ട്. അവിടെ അപ്പൊ എല്ലാം ഹലാലാണ്, എല്ലാം അനുവദനീയമാണ്. ആ നിലയിൽ പക്ഷേ നമ്മൾ ഒരിക്കലും പിന്നിലല്ലോ, നമ്മുടെ സമുദായം പിന്നിലോട്ട് പോകൂലല്ലോ. മദ്യത്തിന്റെ കണക്ക് വരുമ്പോ പുതുവർഷ പുലരിയിൽ 1 മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, തിരുവോണ നാളിലെ ബിവറേജിന്റെ കണക്ക് വരുമ്പോൾ ഭൂരിപക്ഷം മുസ്ലിം പ്രദേശമാണ് ഒന്നാമതായിട്ട്. ഈ വീഥിയിൽ നിങ്ങൾ ചെന്നാൽ കാണാം എല്ലാം അല്ല സിംഹഭാഗവും മുസ്ലിം പെൺകുട്ടികളാണ്, മുസ്ലിം ആൺകുട്ടികളാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് പിന്നിലായി പോയി എന്ന് കരുതി പോകരുത്, ഒരുപാട് മുന്നിലാണ്. പിന്നിൽ എപ്പോഴാ? വഅളിന്, ജുമഅയ്ക്ക് പോകുന്നതില്, നോമ്പുടിക്കുന്നതില്, സ്വലാത്ത് ചെല്ലുന്നതില്, സഹായിക്കുന്നതില് ഒക്കെ നമ്മൾ പിന്നിലാ. ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നിലാണ്. ആ മുന്നിൽ നമ്മൾ നിൽക്കുന്നത് നേരെ അങ്ങോട്ട് തിരിയാ, എന്നിട്ട് പിന്നിലാക്കിയതിനൊക്കെ മുന്നിലാക്കുക, മുന്നിലാക്കിയതിനൊക്കെ നമ്മൾ പിന്നിലാക്കുക.
ഉൾട്ടടിച്ചാലേ നമുക്കിനി ജീവിക്കാൻ പറ്റൂ. അതാണ് അള്ളാഹുവിന്റെ വഴി. അതിലേക്ക് നമ്മൾ തിരിയുക. എന്തുകൊണ്ടാണ് രാത്രി മലായിക്കത്തുകളുടെ ആഘോഷം രാത്രിയായത്? എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ? അവർ ഉറക്കമില്ല, മലായിക്കത്തുകളെ ഉറക്കമില്ല. അതുകൊണ്ടാണ് അവരുടെ ആഘോഷം രാത്രിയാകുന്നത്. വഈദുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ആഘോഷം ബിന്നഹാരി, പകലാണ്. അതെന്തുകൊണ്ടെന്നറിയോ? ലിഅന്നഹും യനാമൂൻ, അവര് രാത്രി ഉറങ്ങുന്നവരാ, അവര് രാത്രി ഉറക്കമുള്ളവരാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ 15ാമത്തെ രാത്രിക്ക് കഴിയുമെങ്കിൽ സഹോദരാ, സഹാബത്ത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ മാതൃക സഹാബത്താണ്. നമ്മുടെ മാതൃക പ്രവാചകന്റെ സഖാക്കളാണ്, പ്രിയപ്പെട്ട അനുചരന്മാരാണ്. അവരെങ്ങനെയാണ് ശഅബാൻ മാസത്തിന്റെ 15 എത്തുമ്പോൾ, വിശിഷ്യ പൊതുവെ ശഅബാൻ മാസത്തിലെത്തുമ്പോ, പ്രത്യേകിച്ച് ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രി എത്തുമ്പോ അവരെങ്ങനെയാണ് അവരുടെ സമീപനം എന്നറിയോ? ശഅബാൻ മാസത്തിന്റെ പിറയങ്ങ് കണ്ട അവര് വിശുദ്ധമായ ഖുർആൻ കൂടുതൽ കയ്യിലെടുക്കുകയാ. എന്നിട്ട് യഖ്റഊനഹാ, അവര് ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യാസമായി അവര് ഖുർആൻ കൂടുതൽ ഓതുന്നവരാ. വഖറജൂ സകാത്ത് അംവാലിഹി, അവരുടെ സകാത്തുകൾ അവർ കൊടുക്കുന്നവരാ. അവരുടെ സമ്പത്ത് അവർ വിനിയോഗിക്കും. എന്തിനെന്നറിയോ? അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് നോമ്പ് പിടിക്കാൻ, റമളാനിൽ അത്താഴം കുടിക്കാൻ, ഇഫ്താറിന് വേണ്ടിയിട്ടൊക്കെ ചെലവ് ചെയ്യാൻ, പാവങ്ങളെ സഹായിക്കാൻ സഹാബത്ത് ശഅബാൻ മാസത്തിലാണ് തയ്യാറാവുന്നത്, തയ്യാറെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവരെ പറ്റി, സഹാബത്തിനെ പറ്റി പറയുകയാണ്. വദഅൽ ഉലാതു അഹ്ലസ് സിജ്നി ഫമൻ കാന അലൈഹി ഹഖ്ഖുൻ അഖാമ ഹദ്ദുൻ അഖാമു അലൈഹി വഇല്ലാ ഖലവ സബീലാ. അധികാരികൾ ജയിലിൽ കിടക്കുന്നവരെ വിളിക്കുമായിരുന്നു. ശഅബാൻ മാസത്തിലാണ്, സൗദിയിലേക്ക് റമളാൻ എടുക്കുമ്പോഴാണ് ഒരുപാട് പേരെ മോചിപ്പിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയോ സഹോദരങ്ങളെ, സഹാബത്ത് എങ്ങനെയാണ് ശഅബാൻ മാസം എത്തുമ്പോ അവര് ജയിലിൽ കിടക്കുന്ന ആളുകളെ വിളിക്കുമത്രേ. എന്നിട്ട് അവരോട് പറയും, പൊയ്ക്കോ, എന്തെങ്കിലും ശിക്ഷ നടപടികൾ ഉണ്ടെങ്കിൽ പെട്ടെന്നത് പൂർത്തീകരിച്ചിട്ട് റമളാന് വേണ്ടി തയ്യാറെടുപ്പിക്കുന്നതാ. ഇല്ലെങ്കിൽ അവരെ വെറുതെ വിടുന്നതാണ്. കച്ചവടക്കാരെന്താ ചെയ്യുന്നതെന്നറിയോ? അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ചെന്നിട്ട് അവർക്ക് കിട്ടാനുള്ളത് വാങ്ങുകയും കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. എന്തിനെന്നറിയോ? അവര് റമളാന് വേണ്ടി തയ്യാറെടുക്കുന്നതാ. ശഅബാൻ മാസമാണ് അവർക്ക് തയ്യാറെടുപ്പിന്റെ മാസം എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, സഹാബാക്കള് പരിശുദ്ധ റമളാൻ ശഅബാൻ മാസത്തിന്റെ രാത്രികളെ ഏറ്റവും ഫലപ്രദമാക്കി എടുക്കുക മാത്രമല്ല, ഹസ്രത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതുപോലെ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്താ ചെയ്യുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് ശഅബാൻ മാസത്തിൽ എന്താണ് ചെയ്യുന്നതെന്നറിയോ? രാത്രിയിൽ ധാരാളം നിസ്കരിക്കുമായിരുന്നു. എങ്ങനെയാണ് നിസ്കരിക്കുന്നത്? ഖഫഫൽ ഖിയാമ, നിൽക്കുന്നത് വളരെ കുറവാണ്. പെട്ടെന്ന് ഓടിയിട്ട് റുകൂയിലേക്ക് പോയി, അതിനുശേഷം ഇഅ്തിദാലിലേക്ക് വന്ന് സുജൂദിലേക്ക് പോയാ പകുതിയോളം, രാത്രിയുടെ പകുതിയോളം സുജൂദിൽ കിടക്കുന്നതാ. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്ന് ഒരു ഫാത്തിഹ ഓതി ചെറിയൊരു സൂറത്ത് ഓതിയിട്ട് സുജൂദിലേക്ക് പോയാ വകാന സുജൂദു ഇലൽ ഫജ്രി, സുബഹിന്റെ സമയം വരെ സുജൂദിലാകും ശഅബാൻ മാസത്തില്. ചോദിക്കട്ടെ, ഈ ശഅബാൻ മാസം കടന്നു വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തവരാരാണ്? ഒരിക്കൽ ആയിഷ ബീവി പറഞ്ഞല്ലോ, എന്റെ റസൂൽ സുജൂദിലങ്ങ് വീണു. ശഅബാൻ മാസത്തിന്റെ ഒരു രാത്രിയിൽ സുജൂദിലേക്ക് അങ്ങ് വീണപ്പോ ഹത്താ ലനന്തു, ഞാൻ ചിന്തിച്ചു പോയി, അന്നല്ലാഹ ഖബ
റസൂലാ, എന്റെ ഹബീബ്, എന്റെ രാജകുമാരൻ, എന്റെ പ്രാണനാഥൻ, എന്റെ റസൂൽ മൗത്തായി എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി. കാരണം സുജൂദിൽ കിടന്നിട്ട് തലപൊക്കാതെ വന്നപ്പോ ഞാൻ കരുതി എന്റെ റസൂൽ വഫാത്തായിരിക്കുമെന്ന്. അവസാനം ഞാൻ പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ അങ്ങ് പിടിച്ചു. ഞാൻ എന്റെ ഹബീബിന്റെ ശരീരത്തിലൊന്ന് തൊട്ടു നോക്കുമ്പോ സഹോദരങ്ങളെ, മസസ്തു അഖ്മസ ഖദമൈഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിങ്ങനെ ചലിക്കുകയാ, കാലിങ്ങനെ ചലിക്കുകയാണ്. ഫതഹറക ഫസമിഅതുഹു യഖൂൽ, റസൂലുള്ളാഹി സുജൂദിൽ കിടന്ന് പടച്ചവന് വേണ്ടി ദിക്ർ ചൊല്ലുന്നത് ഞാൻ കേട്ടു. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, ചിലപ്പോ മറയിലായിരിക്കാൻ തൊട്ടത്, തുണിയുടെ മുകളിലൂടെയാകാൻ തൊട്ടത്. ഞാൻ കരുതിപ്പോയി എന്റെ റസൂൽ എങ്ങാനും വഫാത്തായോ, സുജൂദിൽ അങ്ങനെ കിടക്കാണ്. പെട്ടെന്ന് ഞാൻ ചെന്നിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ കാലനക്കുന്നുണ്ട്. മാത്രമല്ല ഓതുന്നത് എനിക്ക് കേൾക്കാം. ആ സമയത്തോളം അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലങ്ങ് വീണു. ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം രാത്രി കിടന്നിട്ട് റസൂലുള്ളാഹിനെ ഇങ്ങനെ നോക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ കിടന്ന സ്ഥലത്ത് റസൂലുള്ളാഹിനെ ഇങ്ങനെ നോക്കുക, പരതുക. നബിതങ്ങളില്ല. ആയിഷ ബീവിക്ക് പേടിക്കാൻ ഇനി വല്ലതും വേണോ? ശത്രുക്കൾ അപായപ്പെടുത്തിയോ? അല്ല, റസൂലുള്ളാഹി എങ്ങോട്ട് പോയി? രാത്രിയാണ്. നിങ്ങൾ ചിന്തിക്കണം, നമ്മളൊക്കെ കിടന്നുറങ്ങുകയും നമ്മളൊക്കെ മറ്റു ദുനിയാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്ന ഒരു രാത്രിയില് മസ്ജിദു നബവിയോട് ചേർന്നുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്, ആ വീട്ടിൽ റസൂലുള്ളാഹി വിരിപ്പിലില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആയിഷ ബീവിക്കറിയാം, വിരിപ്പിൽ റസൂലുള്ളാഹി ഇല്ല, അപായപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരേ ഒരു സ്ഥലത്തുണ്ടാവും. എവിടെയാണ്? ഉറക്കം വരുന്നുണ്ടോ? ഇതെന്ത് മനുഷ്യന്മാരാ, ഉറക്കം വരുന്നില്ലല്ല? ആ, അങ്ങനെ മിണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന് രാത്രി നമ്മൾ വീട്ടിലില്ലെങ്കിൽ എവിടെ കാണും? കൂട്ടുകാരോടൊത്ത വെയിറ്റിംഗ് ഷെഡിലോ അല്ലെങ്കിൽ നല്ല തെങ്ങൻ തോപ്പിലോ ഒക്കെ അല്ലേ നമ്മളുണ്ടാവുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ നോക്കി. ലൈറ്റ് ഇട്ട് നോക്കാൻ അന്ന് കറണ്ട് ഇല്ലല്ലോ. എണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കാറുണ്ട് രാത്രിയിൽ. പക്ഷെ പലപ്പോഴും ആ എണ്ണ വിളക്ക് കെടുത്താറുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ആകെ കുറച്ച് എണ്ണയേ ഉള്ളൂ. അത് ഭക്ഷണത്തിൽ ചേർക്കുവോ എണ്ണ വിളക്ക് കത്തിക്കാൻ എടുക്കുവോ? നമുക്ക് സൗകര്യം കൂടിപ്പോയതാ പ്രശ്നം. നമുക്ക് സൗകര്യം കൂടിപ്പോയി. മ്യൂസിയത്തൊക്കെ ചെന്നാൽ രാവിലെ നടക്കുക, ഓടുക, എല്ലാരും ഓടുക, ഓട്ടത്തോട് ഓട്ടം. എന്തിനാ? വയറ് കുറയ്ക്കാൻ. 1 കിലോമീറ്റർ അപ്പുറത്ത് ചാലയിൽ പോയാൽ കാണാം വേറെ കുറെ എണ്ണം ഓടുന്നുണ്ട്. എന്തിനാ? വയറ് നിറയ്ക്കാൻ. അവിടെ വയറ് നിറയ്ക്കാനുള്ള ഓട്ടമാണ്. പാവപ്പെട്ടവര് ചുമടെടുത്തും കൊല ചുമന്നും സവാള ചുമന്നും ഒക്കെ ഓടുകയാണ് വയറ് നിറയ്ക്കാൻ വേണ്ടി. ഇപ്പുറത്ത് തിന്ന് കൊടവണ്ടി ചാടിയിട്ട് അവസാനം വയറ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പുറത്ത് ഓടുക. ആശുപത്രി ചെന്ന് രോഗം കാരണമായിട്ടൊരു പാവപ്പെട്ടവൻ ആശുപത്രിയിൽ പോയി. ഡോക്ടർ അവനെ വിളിച്ചിരുത്തിയിട്ട് പരിശോധന നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പോഷകാഹാര കുറവുണ്ട്, അതുകൊണ്ട് രാവിലെ 1 ഗ്ലാസ് പശുവിന്റെ പാല് കുടിക്കണം. 2 കോഴിമുട്ട, നാടൻ കോഴിയായാൽ കെങ്കേമം, മറ്റേ ചൈന കോഴിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, 2 കോഴിമുട്ട കഴിക്കണം. ഒരു 10 മണിയാകുമ്പോ ഓട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുടിക്കണം. ഉച്ചയ്ക്ക് നന്നായിട്ട് ചോറ് കഴിക്കണം. വൈകുന്നേരം ചായയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. രാത്രി അത്താഴപ്പട്ടിണി കിടക്കരുത്, എന്തെങ്കിലും കഴിക്കണം. നിങ്ങളുടെ ശരീരത്തെ ബ്ലഡ് കുറവാ, പയറ് കഴിക്കണം, അത് കഴിക്കണം, ഇത് കഴിക്കണം എന്നൊക്കെ ഈ പാവത്തിനോട് പറയും. ഇതെല്ലാം ഇരുന്ന് കേൾക്കും. കാരണം എന്താ? ഈ പറഞ്ഞ ഒന്നും വാങ്ങാനുള്ള പൈസ അവന്റെ കയ്യിലില്ല. ഇവൻ ഇങ്ങനെ കേട്ടോണ്ടിറങ്ങി വരും. അടുത്ത ആളിനെ വിളിച്ചു, ഒരു നല്ല കോടീശ്വരനാണ്. ഡോക്ടർ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, പിന്നെ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ, അതുകൊണ്ട് രാവിലെ 1 ചപ്പാത്തി, ഉച്ചയ്ക്ക് അത്യാവശ്യമെന്ന് കണ്ടാൽ 1 സ്പൂൺ ചോറ്,
രാത്രി ഒന്നും കഴിക്കരുത്. വിശപ്പോ ദാഹമോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് ജ്യൂസ്, അതും ഷുഗർ ഇല്ലാതെ കുറച്ച് ജ്യൂസ് കുടിച്ചിട്ട് നേരത്തെ കിടക്കണം. ഉള്ളവന്റെ അടുത്ത് പറയുന്നത് അങ്ങനെയാ, ഇല്ലാത്തവന്റെ അടുത്ത് പറയുന്നത് ഈ പറഞ്ഞ കോഴിയും മുട്ടോ ഏത്തപ്പഴോ ഈ പണ്ടാരാപനക്ക് പോത്തിനെന്ത് ഏത്തവാഴ എന്ന് ചോദിച്ചനക്ക് ഈ പാവത്തിന് ഇതെങ്ങാനും കിട്ടുവോ? അങ്ങനെ കിട്ടുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, ഇപ്പൊ കുറവൊന്നുമില്ല. എന്റെ പള്ളിയില് എനിക്ക് എന്റെ പള്ളിയിലേ അറിയുള്ളൂ, മഗ്‌രിബിന് ബാങ്ക് കൊടുത്താൽ 3 മിനിറ്റ് കഴിഞ്ഞാൽ ഇഖാമത്ത്. റമളാനിലെ എല്ലാ പള്ളികളിലൊക്കെ 5 മിനിറ്റ് കൊടുക്കൂലേ? എന്റെ പള്ളിയിൽ സ്ഥിരം വരുന്ന 2 മഹാന്മാരുണ്ട്, റക്കീം മത്തീദ്. അവരോട് ഉണ്ട്, അവർക്കറിയാം 10 മിനിറ്റ് 12 മിനിറ്റ് 13 മിനിറ്റാണ് പള്ളിയിൽ ഇപ്പം മഗ്‌രിബിന് സമയം കൊടുക്കുന്നത്. എന്നാലും പള്ളി കയറിയുന്ന വീണ്ടും വായിൽ കിടക്കുന്നത് നിന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. കാരണം വലിയൊരു കിറ്റ് കൊടുക്കയില്ലേ നോമ്പ് തുറക്കാൻ. അതും തിന്ന് ഇറങ്ങുമ്പോഴേ കഞ്ഞി, മരിച്ചീനി, ഇറച്ചി. പിന്നെ വീട്ടിൽ പോയാൽ പിന്നെ പറയണ്ട, ഭാര്യ എല്ലാം റാഹത്താക്കി വെച്ചിരിക്കും. അതെല്ലാം കഴിച്ചിട്ട് പിന്നെ അവൻ ചിന്തിക്കുക എവിടെ 12 റക്അത്തുള്ള തറാവി എവിടെ ഉണ്ട്, 8 ഉള്ളത് എവിടെ ഉണ്ട്, അവിടെ പോവും, പെട്ടെന്ന് നിസ്കരിക്കും, തടി സലാമത്താക്കി വീട്ടിൽ വരും. ഇതാണല്ലോ ചെയ്യുന്നത്. നമുക്ക് കൂടിപ്പോയതാണ്. ആയിഷ ബീവിയുടെ വീട്ടിൽ അതൊന്നുമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൈകൊണ്ടിങ്ങനെ തടകി നോക്കി, റസൂലുള്ള ഇല്ല. അറിയാം ഇവിടെ റസൂലുള്ള ഇല്ലെങ്കിൽ പിന്നെ ഒരേ ഒരു സ്ഥലത്തെ കാണൂ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളി, തൊട്ടടുത്ത മസ്ജിദുൻ നബവി. ഈ പ്രസംഗിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പള്ളിയിലേക്കുള്ള ദൂരമുണ്ടോ? വീട്ടിൽ നിന്ന് പള്ളിയിൽ പോയി. നിങ്ങളിപ്പോ നമ്മൾ സലാം പറഞ്ഞിട്ട് ബാബു സലാമിനോട് കണ്ടിട്ട് സലാം പറഞ്ഞിട്ട് ഇടത് സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ച് ഹാദാ ഹദ്ദു മസ്ജിദുൻ നബവി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ പച്ച കാർപ്പറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, നിസ്കരിക്കാൻ റിയാദുൽ ജന്ന എന്ന് പറഞ്ഞ് ഓടിക്കയറുന്ന സ്ഥലം, അതാണ് മസ്ജിദുൻ നബവി. വീട് എവിടാ? തൊട്ടപ്പുറത്ത് നബിക്ക് സലാം പറയില്ലേ, അത് തന്നെയാണ് വീട്. മസ്ജിദ് നബവിയുടെ ആ ഒരു മതിലും, അതായത് അതിന്റെ ഒരു ഭാഗവും നബിതങ്ങളുടെ വീടും ആയിഷ ബീവിയുടെ വീടും ഒരു മതിലായിരുന്നു. ഒരു കർട്ടൻ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ റസൂല് പള്ളിക്കകത്ത് കിടക്കും, ഉടല് താഴോട്ട് പള്ളിക്കകത്ത്. ഞാൻ ഇപ്പുറത്ത് എന്റെ വീട്ടില് കാല് നീട്ടിയിരിക്കും. എന്റെ റസൂല് അവിടെ പള്ളിയിൽ കിടന്നിട്ട് തല ഇപ്പുറത്ത് എന്റെ മടിയിൽ വെക്കും. ഞാൻ ഇങ്ങനെ തല ചീകി കൊടുക്കും. ആ രംഗം ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ ആ കാലഘട്ടത്തില് ഒരു സഹാബിയായിരുന്നെങ്കിൽ ഒന്ന് രംഗം ആലോചിച്ച് നോക്കി. എന്തൊരു ഭാഗ്യദോഷമാണ് നമുക്ക് അല്ലാഹു തന്നെ. ഇനി ഒരു പ്രതീക്ഷയുള്ള നാൾ അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുക അനന്തമായ ആഖിറത്തിൽ. അല്ലാഹു അതിനുള്ള തൗഫീക്ക് തരട്ടെ. അല്ലാഹു അതിനുള്ള തൗഫീക്ക് തരട്ടെ. ആയിഷ ബീവിക്ക് അറിയാം മസ്ജിദുൻ നബവിയിൽ കാണുമെന്ന്. ഓടി പള്ളിയിലേക്ക് ചെന്നിട്ട് കറുട്ടമാട്ടിക്കിട്ട് പള്ളിക്കകത്ത് നോക്കി. അവിടെ പുറം പള്ളിയില്ല, അകം പള്ളിയില്ല, മുകളിലത്തെ തട്ടില്ല, താഴത്തെ തട്ടില്ല. ഇതൊന്നും മസ്ജിദുൻ നബവിക്കില്ലല്ലോ. സഹോദരങ്ങളെ, പള്ളിക്കകത്ത് കണ്ടില്ല. ആയിഷ ബീവിക്ക് വല്ലാത്ത വെപ്രാളം വന്നു. പടച്ചവനെ, എന്റെ റസൂല് എവിടെയാ? ശത്രുക്കളെങ്ങാനും കൊണ്ടുപോയി അപായപ്പെടുത്തിയോ? അന്നും 4 ഭാഗത്ത് ജൂതന്മാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാത്ത സങ്കടത്താൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വെപ്രാളത്തിലാവുകയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒരു സംശയം ആയിഷ ബീവിക്ക് വന്നു. എന്താണെന്നറിയോ? ചിലപ്പോ ഇനി വേറെ ഭാര്യമാരുടെ വീട്ടിലെങ്ങാനും ഉണ്ടെങ്കിലോ, മറ്റ് ഭാര്യമാരുണ്ടല്ലോ. അന്തിസ്ഇനിസ്വതിൻ വഫാത്തിൽ മുസ്തഫ ഖുയ്റന ഫഖ്തറന നബിയൽ മുഖ്തഫ ആയിഷത്തുൻ വ ഹഫ്സത്തുൻ വ സൗദാ സുഫിയത്തും മൈമൂനത്തുൻ വ റംലാ ഹിന്ദുൻ വ സൈനബുൻ കദാ ജുവൈരിയാ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തും മർളിയാ.
സൗദ, ഹഫ്സ, സഫിയ പോലുള്ള, റംല പോലുള്ള, ജുവൈരിയ പോലുള്ള മറ്റു ഭാര്യമാര് തൊട്ടടുത്താണ്. അവര് പ്രശ്നമുള്ളവരൊന്നുമല്ല, അടുത്തടുത്തടുത്തടുത്ത താമസം. അതിനാണ് ഹുജറാത്ത് എന്ന് പറയുന്നത്. കുടിലുകൾ, കൊച്ചു 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 കുടിലുകൾ, 4 സൈഡും മദീനയുടെ മസ്ജിദുൻ നബവിയുടെ 4 ഭാഗത്ത് അടുത്തടുത്ത ഭാര്യമാർ. ഒരു പ്രശ്നമില്ല. അസർ കഴിഞ്ഞാൽ ഒരു വീട്ടിൽ കയറും, ഭാര്യയുടെ വീട്ടിൽ, ഒരു ഭാര്യയുടെ വീട്ടിൽ കയറി കണ്ട് അടുത്ത വീട്ടിൽ ഇറങ്ങി, അടുത്ത വീട്ടിൽ ഇറങ്ങി, അടുത്ത വീട്ടിൽ ഇറങ്ങി വരും. അപ്പോ ഇങ്ങനെ ആയിഷ ബീവി ചിന്തിച്ചു, ഇനി ഈ വീട്ടിലെങ്ങാനും ഉണ്ടെങ്കിലോ എല്ലാ വീട്ടിലും പോയി നോക്കി രാത്രി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരല്പം കുറുമ്പ് കൂടുതലാ. കാരണം എന്താണെന്നറിയോ? എന്റെ അടുത്ത് നീട്ട് അവിടെ പോയോ, അത് കാണണമല്ലോ എന്നും പറഞ്ഞിട്ട് പോയി. മനുഷ്യ സഹജമായി ചെറിയ കുറുമ്പുണ്ട്, അത് ചരിത്രത്തിൽ ഒരുപാടുള്ളതാ. അപ്പൊ അങ്ങനെ ചെന്നപ്പോ ഒരു ഭാര്യമാരുടെ വീട്ടിലും ഇല്ല, ഒരൊറ്റ ഭാര്യമാരുടെ വീട്ടിലും ഇല്ല. ആയിഷ ബീവിക്ക് ആദിയായി, വല്ലാതെ പേടിയായി. എന്താ ചെയ്യുക? അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ നേരെ കാണുന്നത് എവിടെയാ? നേരെ കാണുന്നത് എവിടെയാ? ഇന്നും ബാബു സലാമിലൂടെ കേറിയിട്ട് ബാബുൽ ബഖീയിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ നേരെ കാണുന്നത് ജന്നത്തുൽ ബഖീ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനത്ത് മരണപ്പെടുന്നവരുടെ ഖബറടക്കം നടക്കുന്ന ആ മഖ്ബറയിലാ ഒരു പ്രകാശം കാണുന്നു. ഒരു വല്ലാത്ത പ്രകാശം ഇങ്ങനെ കാണുകയാ. ആയിഷ ബീവിക്ക് ആ പ്രകാശം കണ്ടപ്പോ മനസ്സിലായി, ഇന്ന ബൈതന അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. അല്ലാഹുവിന്റെ റസൂലുള്ള വീട്ടില് പിന്നെ പ്രകാശത്തിന് ആവശ്യമുണ്ടോ? തച്ചുകൊണ്ടിരുന്ന ആയിഷ ബീവിയുടെ ഒരു സൂചി നിലത്ത് വീണപ്പോ ആ സൂചി കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ആ സമയത്താണ് ആരംഭപ്പൂവ് കടന്നു വരുന്നത്. ഇന്ന ബൈതൻ അൻത സാകിനുഹു, അങ്ങ് താമസിക്കുന്ന വീട് ലൈസ മുഹ്താജൻ, യാതൊരു ആവശ്യവുമില്ല, ഇല സുർജി, വിളക്കിലേക്ക്. അതാണ് അതിന്റെ അർത്ഥം. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് റസൂലുള്ള കയറി വന്നപ്പോ നബി തങ്ങളുടെ നെറ്റിത്തടത്തിൽ നിന്നടിക്കുന്ന പ്രകാശം കണ്ടുകൊണ്ട് സൂചി നിലത്തുന്നെടുത്തു ആയിഷ ബീവി. അതുകൊണ്ട് പ്രകാശം മനസ്സിലായി, എന്റെ ഹബീബ് തന്നെയാണ്. ആ ബഖീയിലേക്ക് ഓടുകയാണ്. അവിടെ എത്തിയപ്പോ റസൂലുള്ള ആ മഖ്ബറയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് എങ്ങനെയാ നിൽക്കുന്നതെന്നറിയോ? ആകാശത്തിലേക്ക് തല ഉയർത്തിയിട്ട് നബിതങ്ങൾ നിൽക്കുകയാ. ആയിഷ ബീവിയെ കണ്ടപ്പോ നബിതങ്ങൾ ചോദിച്ചു, അകുന്തി തഖാഫി, നീ പേടിച്ചു പോയോ ആയിഷ? കണ്ട സന്തോഷം ഉണ്ടല്ലോ, കിട്ടിയല്ലോ, ഒരാപത്തുമില്ലാതെ കിട്ടിയല്ലോ. ആ സന്തോഷത്തിൽ ആയിഷ ബീവിയുടെ മറുപടി എന്തെന്നറിയോ? എന്താണ്? ഒന്നിലധികം ഭാര്യമാരുള്ള ഭർത്താവിനെ പിന്നെ പേടിക്കാതിരിക്കുവോ? അതുവരെ ഉണ്ടായിരുന്ന സ്വഭാവം അങ്ങ് മാറി. നീ പേടിച്ചുപോയ ആയിഷ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ പേടിക്കാതിരിക്കോ? ഒന്നിലധികം ഭാര്യമാരുള്ള ഒരു ഭർത്താവിനെ പിന്നെ ആരാ പേടിക്കാതിരിക്കുക? ആ ചോദ്യം അള്ളാന്റെ ഹബീബ്, ആ മറുപടി ആയിഷ ബീവി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നല്ലാഹ യൻസിലുൽ ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ. ഈ രാത്രി നിനക്കറിയുമോ ആയിഷ? ഇത് ശഅബാൻ 15ന്റെ രാത്രിയാണ്. ഇന്നത്തെ രാത്രി ശഅബാൻ 15ന്റെ രാത്രിയാണ് ആയിഷ. ഈ രാത്രിയിലാണ് ആകാശത്തിലേക്ക് അല്ല വരുന്നത്. എന്നിട്ട് ഫയഗ്ഫിറു ലി അക്സറ മിൻ അദദി ശഅരി ഗനബി കൽബ്, കൽബുഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമകൂപങ്ങളെക്കാൾ പാപം ചെയ്തവന് അല്ല പുറത്തു കൊടുക്കുന്ന രാത്രിയാ. അതുകൊണ്ട് ഈ രാത്രി എങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റും ആയിഷ? എനിക്കെങ്ങനെ കിടക്കാൻ പറ്റും ആയിഷ? ഈ രാത്രിയിൽ എനിക്ക് ഹയാത്താക്കണ്ട ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യത്തിന്റെ തിരുദൂതർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പഠിപ്പിക്കുകയാ. സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ രാത്രിയുടെ പേരെന്താണെന്നറിയോ? ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിക്ക് ഒരു പേരുണ്ട്. ആ പേരെന്താണ്? അതേ പേരിലാണ് അന്നത്തെ പകലത്തെ നോമ്പറിയപ്പെടുന്നത്. ബറാഅത്ത് രാവെന്നല്ലേ പറയുന്നത്? ബറാഅത്ത് രാവ്. എന്താ ഈ ബറാഅത്ത് എന്ന് പറഞ്ഞാൽ? ഈ രാത്രിക്ക് ബറാഅത്ത് എന്ന പേര് വരാൻ 2 കാരണങ്ങളുണ്ട്.
മഹാനായ ശൈഖ് ഗൗസുൽ അഅ്ലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞു ഈ രാത്രിക്ക് ബറാഅത്ത് എന്ന പേര് വരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് തീരെ സൽക്കർമ്മം ചെയ്യാത്തവർക്ക്. രണ്ട് കൂട്ടം ആളുകളാണല്ലോ ഉള്ളത്. ഒന്നുകിൽ ദുർമാർഗി ഇല്ലെങ്കിൽ സന്മാർഗി. ഈ രണ്ട് കൂട്ടർക്കും ബറാഅത്തുണ്ട്. രണ്ട് കൂട്ടം ആളുകൾക്കും ബറാഅത്തുണ്ട്. നമ്മൾ ഏത് ബറാഅത്തിൽ വേണമെന്ന് തീരുമാനം എടുത്തിട്ട് പോയി.